ശക്തമായ ആനന്ദപുരത്ത് നാടകീയതയുടെയും ഗൂഢാലോചനയുടെയും കുശുകുശുപ്പുകൾ അപൂർവമായി വഴിതെളിച്ചപ്പോൾ ഭദ്രന്റെയും വിലാസിനിയുടെയും ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തുന്ന സംഭവങ്ങളുടെ പരമ്പര അരങ്ങേറി. ഭദ്രൻ എന്ന നിശ്ചയദാർഢ്യമുള്ള യുവാവ് മുൻ അസോസിയേറ്റ് ആയിരുന്ന പ്രിയയെ അവരുടെ പങ്കാളിത്ത സംഘത്തിൽ വീണ്ടും ചേരാൻ പ്രേരിപ്പിക്കുന്നതിൽ ലക്ഷ്യം വെച്ചിരുന്നു. പ്രേരണാശക്തിയും കൗശലക്കാരിയുമായ വിലാസിനിയുമായി ചേർന്ന് പ്രിയയെ തങ്ങളുടെ കൂട്ടത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിൽ വിഡ്ഢിത്തം ലഭിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചു. അവരുടെ തന്ത്രം അപ്രതീക്ഷിതമായ പ്രത്യാഘാതങ്ങളുടെ ഒരു ശൃംഖല സൃഷ്ടിക്കുമെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. വാഗ്ദാനങ്ങളും ഉറപ്പുകളും നൽകി പ്രിയയെ വശീകരിക്കാമെന്ന പ്രതീക്ഷയിൽ ഭദ്രനും വിലാസിനിയും തങ്ങളുടെ ശ്രദ്ധാപൂർവം തയ്യാറാക്കിയ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ പ്രിയയെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന ആളല്ലെന്ന് അവർ പെട്ടെന്ന് കണ്ടെത്തി. സൂക്ഷ്മവും ഗ്രഹണശേഷിയുമുള്ള പ്രിയ അവരുടെ ഗൂഢലക്ഷ്യങ്ങൾ കണ്ടു. അവരുടെ പദ്ധതി പരാജയപ്പെട്ടതിനാൽ ഭദ്രനെയും വിലാസിനിയെയും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാക്കി. അവരുടെ പരാജയപ്പെട്ട ഉദ്യമത്തിന്റെ അനന്തരഫലങ്ങൾ അവരുടെ പ്രൊഫഷണൽ ജീവിതത്തിലും വ്യക്തിജീവിതത്തിലും അലയടിച്ചു. ബന്ധങ്ങളുടെ സങ്കീർണതയും കൃത്രിമത്വത്തിന്റെ അനന്തരഫലങ്ങളും വെളിപ്പെടുത്തി. അതിനിടയിലാണ് ആനന്ദപുരത്തിന്റെ മറ്റൊരു ഭാഗത്തും മറ്റൊരു കഥ അരങ്ങേറിയത്. ഗോവിന്ദും രാധികയും ഉൾപ്പെടുന്ന സങ്കീർണമായ വികാരങ്ങളുടെ വലയിൽ കുടുങ്ങിപ്പോയ ഗീതുവിനെ ബുദ്ധിയും സഹാനുഭൂതിയും ഉള്ള ഒരു വിശ്വസ്തയായ വിജയലക്ഷ്മി സ്വയം ഉപദേശിക്കുന്നതായി കണ്ടെത്തി. വർഷങ്ങളുടെ അനുഭവസമ്പത്തും മനുഷ്യപ്രകൃതിയെക്കുറിച്ചുള്ള അവഗാഹവും ഉള്ള വിജയലക്ഷ്മി സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും ഗോവിന്ദിനെ സമീപിക്കാൻ ഗീതുവിനെ ഉപദേശിച്ചു. രാധികയുമായി ഒരു മത്സരത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ അവന്റെ ഹൃദയം കീഴടക്കേണ്ടതിന്റെ പ്രാധാന്യം അവൾ ഊന്നിപ്പറഞ്ഞു. ഗോവിന്ദിനോടുള്ള വികാരത്തിനും രാധികയിൽ നിന്നുള്ള ഭീഷണിക്കും ഇടയിൽ തകർന്ന ഗീതു വിജയലക്ഷ്മിയുടെ മാർഗനിർദ്ദേശത്തിൽ ആശ്വാസം കണ്ടെത്തി. സ്നേഹവും വിശ്വാസവും മത്സരവും തമ്മിലുള്ള സൂക്ഷ്മമായ സന്തുലിതാവസ്ഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ വിജയലക്ഷ്മിയുടെ ജ്ഞാനം ഗീതുവിന് വെളിച്ചത്തിന്റെ പ്രകാശമായി മാറി. വികാരങ്ങളുടെ അതിലോലമായ നൃത്തത്തോടെയാണ് ആഖ്യാനം വികസിച്ചത്. അവിടെ ഗീതു സ്വന്തം അരക്ഷിതാവസ്ഥകളോടും ആഗ്രഹങ്ങളോടും പിണങ്ങി. ഭദ്രന്റെയും വിലാസിനിയുടെയും വിഫലമായ പദ്ധതിയുടെയും ഗീതുവിന്റെ പ്രണയാന്വേഷണത്തിന്റെയും കഥകൾ ഇഴചേർന്നപ്പോൾ ആനന്ദപുരം പട്ടണം മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകളുടെ ക്യാൻവാസായി മാറി. മനുഷ്യവികാര